CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് കണ്ണീരോടെയും ആദരവോടെയും വിട നൽകി ലോകം. അന്ത്യനിദ്ര സാന്താ മറിയ മജോറ ബസിലിക്കയിൽ വിലാപയാത്രയിലുടനീളം മഴനീളെ വെള്ളപ്പൊക്കളുമായി കാത്തിരുന്ന് ജനസാഗരം. പ്രശസ്ത ചരിത്രകാരൻ ഡോക്ടർ NGS നാരായണൻ അന്തരിച്ചു. കോഴിക്കോട് മലാപ്പറമ്പിലെ വസതിയിലായിരുന്നു അന്ത്യം. ചാവക്കാട് മുനക്കടവ് അഴിമുഖത്ത് അനധികൃത മണലെടുപ്പിന് നീക്കമെന്ന് ആക്ഷേപം. മുനക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്റർ ലേബർ യൂണിയൻ കോർഡിനേഷൻ കമ്മിറ്റി പ്രക്ഷോഭത്തിലേക്ക്. സെക്രട്ടറിയുടെ വ്യാജ ഒപ്പിട്ട് ഹൈക്കോടതിയിൽ റിട്ട് സമർപ്പിക്കാൻ ധൈര്യം കാണിച്ച പ്രസിഡന്റ് നാളെ പഞ്ചായത്ത് ഓഫീസ് നിൽക്കുന്ന സ്ഥലം വിറ്റ് പണം വാങ്ങിയെന്ന് പറഞ്ഞാൽ അതിശയിക്കേണ്ടതില്ലെന്ന് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാറൂൺ റഷീദ്. കടങ്ങോട് സ്വാമിപ്പിടി ഗ്രാമ്യ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണം നടത്തി. എരുമപ്പെട്ടി SI ജോണി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ലോക മലേറിയ ദിനാചരണം സംഘടിപ്പിച്ചു. ചാവക്കാട് നഗരസഭയുടെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുതുതായി വാങ്ങിയ മൊബൈൽ ദ്രവ്യമാലിന്യ സംസ്കരണ പ്ലാന്റ് വാഹനത്തിന്റെ സേവന നിരക്കുകൾ നിശ്ചയിച്ചു. കഥകളി മദ്ദളാചാര്യൻ കലാമണ്ഡലം നാരായണൻ നായരുടെ നിര്യാണത്തിൽ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അനുശോചന യോഗം സംഘടിപ്പിച്ചു. ബ്രഹ്മകുളം ആത്മാവ് സ്റ്റോപ്പിന് സമീപം ആളൊഴിഞ്ഞ പറമ്പിൽ ഉപയോഗശൂന്യമായ കിണറ്റിൽ നിന്ന് അജ്ഞാത മൃതദേഹം കണ്ടെത്തി. രാവിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ പറമ്പ് വൃത്തിയാക്കുന്നതിനിടെ ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളിനോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന മരിയൻ ബൈബിൾ കൺവെൻഷന് തുടക്കമായി. വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി വെർച്വൽ ജോബ് ഫെയറിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച് ചാവക്കാട് നഗരസഭ. ജോബ് ഫെയറിലൂടെ ജോലി ലഭിച്ച 11 പേരെ ആദരിച്ചു. വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി തൃശൂരിൽ നടന്ന മെഗാ ജോബ് ഫെയറിൽ പങ്കെടുക്കുന്ന ഗുരുവായൂർ നഗരസഭാ പരിധിയിലെ ഉദ്യോഗാർത്ഥികൾക്കായി ഗതാഗത സൗകര്യമൊരുക്കി. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. കുന്നംകുളം സെന്റ് ലാസറസ് പഴയ പള്ളിയിൽ പാമ്പാടി തിരുമേനിയുടെ ഓർമ്മ പെരുന്നാൾ ഞായർ തിങ്കൾ ദിവസങ്ങളിൽ ആഘോഷിക്കും. മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മ പഴഞ്ഞി യൂണിറ്റിന്റെ സമ്മേളനം പഴഞ്ഞി വായനശാല ഹാളിൽ നടന്നു. നന്മ കുന്നംകുളം മേഖലാ സെക്രട്ടറി TS വേലായുധൻ ഉദ്ഘാടനം ചെയ്തു. യാത്രക്കാർക്കായി കരുതലിന്റെ വരവരച്ച് കല്ലുപുറത്തെ ഓട്ടോ തൊഴിലാളികൾ. കല്ലുപുറം സെന്ററിലെ ഓട്ടോ തൊഴിലാളികളാണ് വാഹനയാത്രക്കാരുടെ സുരക്ഷയ്ക്കായി ഹമ്പിന്മേൽ സീബ്ര ലൈൻ വരച്ച് മാതൃകയായത്. ലഹരിവിരുദ്ധ ക്യാമ്പയിനിന്റെ ഭാഗമായി CPM കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി മെയ് 4 നടത്തുന്ന മനുഷ്യചങ്ങലയുടെ പ്രചരണാർത്ഥം വിളംബര റാലി നടത്തി. കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി ഗുരുവായൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ രാവിലെ അനുസ്മരണ ദിവ്യബലി അർപ്പിച്ചു. തുടർന്ന് പ്രത്യേക പ്രാർത്ഥനകളുമുണ്ടായി. വേലൂർ പഞ്ചായത്ത് വെള്ളാറ്റഞ്ഞൂർ ലക്ഷം വീട് കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമായി. പഞ്ചായത്തിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന സ്ഥലമാണ് വെള്ളാറ്റഞ്ഞൂർ. നാഷണൽ ആയുഷ് മിഷന്റെ ആഭിമുഖ്യത്തിൽ കുന്നംകുളം നഗരസഭയും ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയും സംയുക്തമായി കുട്ടികൾക്കായി അവധിക്കാല യോഗ ക്യാമ്പ് സംഘടിപ്പിച്ചു. KCYM പാലയൂരിന്റെ നേതൃത്വത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയെ അനുസ്മരിച്ച് പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ പുഷ്പാർച്ചന നടത്തി. കുന്നംകുളം പിസാറ്റ് കോളേജിൽ ഡോക്ടർ റാണി മേനോൻ മാക്സ് വിഷൻ ഐ ക്ലിനിക്കിന്റെ നേത്രപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. പിസാറ്റ് കോളേജ് മാനേജിംഗ് ഡയറക്ടർ സുനിൽ PK ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.